നമുക്ക് കിഴങ്ങൊന്ന് മെഴുക്കുവരട്ടി വെച്ചാലോ? ഇവിടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മെഴുക്കുവരട്ടിയായിരുന്നു. സ്കൂളിൽ കൊണ്ടുപോകാൻ ഏറ്റവും ഇഷ്ടം ഇതായിരുന്നു. ഇതും കിഴങ്ങ് വറുത്തതും ഞാനിങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് വറുത്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. കിഴങ്ങ് ഞാൻ ദേ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, 3 കിഴങ്ങാണ്. ഇനി നമുക്ക് ഒരു പാത്രം എടുത്തു, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു, നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു സവോള ഇട്ടു, വലിയൊരു സവോളയാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴന്നോട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സാധനം കൂടെ ചേർക്കണം. എന്താ, ഒരു 2-3 കഷ്ണം വെളുത്തുള്ളി. കിഴങ്ങായതുകൊണ്ടേ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. ഇത് വഴന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ അങ്ങ് പൊക്കോളും. ഒരു പച്ചമുളക് ഇതിലേക്ക് അങ്ങ് സെറ്റായിക്കോളും, കടിക്കാനൊന്നും കിട്ടൂല. കുറച്ച് കറിവേപ്പില. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. സവോള അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു ചെറിയ തക്കാളി, ഇതും നന്നായിട്ട് വഴരട്ടെ. നമ്മുടെ സവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, തക്കാളിയും വഴന്നു. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവേ. 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ ഒന്ന് മൂക്കട്ടെ. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങ് ഇട്ട് കൊടുക്കുവാണേ. ഇതിനകത്ത് വെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്ത് കിഴങ്ങിനകത്തു നിന്നൊക്കെ വെള്ളം ഇറങ്ങി വേവിച്ചെടുക്കുക ചെയ്യുക. പതിയെ മൂടി വെച്ച് ചെറുതീയിലങ്ങ് വേവിക്കാം. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇതാ നമ്മുടെ കിഴങ്ങ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ആയിട്ടില്ല. ഉപ്പൊന്ന് നോക്കണം ഈ സമയത്ത് കേട്ടോ. വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോവും. അതുകൊണ്ട് നിങ്ങൾ ഇനി പറയരുത് അയ്യോ ഇച്ചിരി വെള്ളം ഒഴിക്കുമായിരുന്നാൽ വേഗം ആയേനെന്ന്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് പോവും. ഇതിങ്ങനെ തന്നെ ചെറുതീയിലാവണം. പിന്നെ ഇതാ ഇച്ചിരി ലേശം ഉപ്പിൻ്റെ പോരായ്മയുണ്ട്. ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം കുറച്ചല്ലേ ഇട്ടുള്ളൂ. ഇനി ഇളക്കി നന്നായിട്ട് ഇളക്കി മൂടി തന്നെ വെക്കുക. ഇനി നമ്മുടെ കിഴങ്ങ് മെഴുക്കുരുട്ടി എന്തായിന്നൊന്ന് നോക്കണ്ടേ. ഇതാ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നോക്കിയേ, കിഴങ്ങൊക്കെ കണ്ടോ, നല്ല പോലെ വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ, ഇറച്ചിയൊക്കെ കഴിക്കും പോലെ. കറി വെക്കാൻ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്തൊക്കെ കിഴങ്ങ് വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചോ. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, എന്നാലും ഞാൻ വെക്കുന്ന പോലെ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. കിഴങ്ങൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. സ്റ്റൗവൊക്കെ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അതുപോലെ തന്നെ ടേസ്റ്റും നോക്കണം. അങ്ങനെ നമ്മുടെ കിഴങ്ങ് മെഴുക്കുരുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇനിയും സ്കൂളൊക്കെ തുറക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ കറിയൊന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് വെച്ച് നോക്കിക്കോളൂ, നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം അല്ലേ. സൂപ്പറാ. ഇതിൻ്റെ കൂടെ എന്നാ വേണ്ടതെന്നറിയോ? മോര് കാച്ചിയതും കിഴങ്ങ് മെഴുക്കുരുട്ടി, ഒരു മീൻ വറുത്തത്, ഇല്ല ഒരു ഉണക്കമീനായാലും മതി. അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ചാനൽ ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ ബൈ.